തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. മലങ്കര കാത്തലിക് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബൈബിൾ പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഴയ നിയമത്തിൻ്റെ ആമുഖം എന്ന തലക്കെട്ടിലുള്ള എപ്പിസോഡ് ആണ് കണ്ടിരുന്നത്. ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുന്ന് ഞങ്ങളെ പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു മിശിഹായിലൂടെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും സകല വിശുദ്ധന്മാരുടെയും ഞങ്ങളുടെ പിതാവായ ധന്യൻ മാറിവാനിയൂസ് പിതാവിലൂടെ ഈ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ കൃപയുടെ കേൾക്കുമാറാകണമേ. ആമീൻ. നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. ആദ്യമേ തന്നെ പഴയ നിയമത്തിൻ്റെ ആമുഖം, അതിൻ്റെ ഒന്നാം ഭാഗത്ത് നമ്മൾ പഠിച്ചത് ആദ്യമേ പഴയ നിയമം എന്നതിൻ്റെ നിർവചനവും ഘടനയും നമ്മൾ പഠിച്ചു. പിന്നീട് പഴയ നിയമത്തിൻ്റെ രചനയും കാനോണൈസേഷൻ എന്ന പ്രക്രിയയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നീട് മൂന്നാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും നമ്മൾ പഠിക്കുകയുണ്ടായി. അത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ ബൈബിളിൻ്റെ പല പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ചരിത്രം എപ്രകാരം ഈ പുസ്തകങ്ങളെ സ്വാധീനിച്ചു എന്ന് നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ട് അത് ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടി പോയി ഒന്ന് കാണുക. പ്രത്യേകിച്ച് ചരിത്രവും ഭൂമിശാസ്ത്രവും, ഓരോ പുസ്തകങ്ങളും എവിടെ വെച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത്, ഏത് പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് അറിയുന്നത് ആ പുസ്തകത്തെ തന്നെ മനസ്സിലാക്കാൻ വളരെ അനിവാര്യമാണ്. നാലാമതായിട്ട് നമ്മൾ പഠിച്ചിരുന്നത് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പുരാതനമായ പല പരിഭാഷകളെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയും നാം ഓർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കടക്കാം. ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് 2 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ ചില സുപ്രധാന ദൈവശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നതാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ ഒരു യാത്ര നമ്മൾ നടത്തുകയാണ്. ഓരോ ഗ്രന്ഥവും അതിൻ്റെ ഒരു ആമുഖം എന്ന തലത്തിൽ ഓരോ ഗ്രന്ഥത്തെയും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ അധ്യായം ചില സുപ്രധാന ദൈവശാസ്ത്ര വിഷയങ്ങൾ. തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ഒത്തിരി ദൈവശാസ്ത്ര വിഷയങ്ങളുണ്ട്. ദൈവശാസ്ത്രപരമായ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്കുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമേ ഈ ചെറിയ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യമേ തന്നെ പഴയ നിയമത്തിലുള്ള ദൈവ സങ്കല്പം എപ്രകാരമാണ്, പഴയ നിയമത്തിലുള്ളവർ ദൈവത്തെ എപ്രകാരമാണ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവത്തെക്കുറിച്ച് ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരു സങ്കല്പമുണ്ടല്ലോ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തെക്കുറിച്ചും പല മതസ്ഥർക്കും പല വിഭാഗക്കാർക്കും പല സങ്കല്പങ്ങളാണുള്ളത്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം യേശു മിശിഹ വഴിയായിട്ടും സഭ വഴിയായിട്ടും ലഭിച്ചതാണ്. അതുതന്നെ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഉണ്ടാകുമായിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. അപ്പോൾ പഴയ നിയമത്തിൽ എപ്രകാരമാണ് ഇസ്രായേലിയർ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നത് എന്ന് പഠിച്ചിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ ദൈവമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവമാണ്, പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമാണ്. പല ആവർത്തിയായിട്ട് നാം കേട്ടിട്ടുള്ള വാക്യങ്ങളാണ്.
അല്ലെങ്കിൽ പല ആവർത്തിയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവമാണ്, അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം. ഒരു പക്ഷേ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മളൊന്നും ചിന്തിച്ച് കാണാൻ സാധ്യതയില്ല. അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം, അതിൽ കൂടുതൽ എന്താണ് ചിന്തിക്കാനുള്ളത്? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബാബിലോൺ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ പോകുന്നത് വരെ ഉണ്ടായിരുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പം എന്ന് പറയുന്നത്, ഓരോ രാജ്യത്തിനും ഓരോ ഗോത്രക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു ദൈവം ഉണ്ട് എന്നാണ്. അതായത് ഈജിപ്തിൽ ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഈജിപ്തിലെ ഓരോ വിഭാഗക്കാർക്കും ഓരോ ദൈവങ്ങളുണ്ട്. ഓരോ ബാബിലോൺകാർക്ക് ഒരു ദൈവമുണ്ട്, അസീറിയക്കാർക്ക് അവരുടെ ദൈവമുണ്ട്, ഓരോ രാജ്യക്കാർക്കും അവരുടെ ദൈവമുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തെയും സംരക്ഷിക്കുന്നത് അതാത് ദൈവങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ പോകുമ്പോൾ ഏത് രാജ്യമാണ് വിജയിക്കുന്നത്, ആ രാജ്യത്തിലെ ദൈവമാണ് മറ്റൊരു രാജ്യത്തിലെ ദൈവത്തെക്കാൾ ശക്തനായ ദൈവം എന്ന് ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിന്തയെ ഇവിടെ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് പോലെ ഏകദൈവ വിശ്വാസം എന്ന ഒരു സങ്കല്പമുണ്ട്. അത് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന സങ്കല്പമാണ്. മറ്റ് ഒറ്റ ദൈവ വിശ്വാസം, ഇത് ഞാൻ സ്വന്തമായിട്ട് മലയാളത്തിൽ കോയിൻ ചെയ്തൊരു ടേമാണ്. ഇതിൻ്റെ പര്യാപ്തമായ മലയാളം വാക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇംഗ്ലീഷിൽ മോണോലാട്രി എന്നുള്ളൊരു വാക്കാണ്. ഇതൊരു ഒന്ന് രണ്ട് നൂറ്റാണ്ടേ ആയുള്ളൂ ഈ ഒരു പദം കോയിൻ ചെയ്തിട്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, അതായത് ഒറ്റ ദൈവമേ ഉള്ളൂ. ആർക്ക്? എൻ്റെ ഗോത്രത്തിന്, അതായത് ഇസ്രായേലിന് ഒറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെ അസീറിയക്കാർക്ക് വേറെ ദൈവമുണ്ട്. അപ്പോൾ അനേകം ദൈവം, ഓരോ രാജ്യത്തിനും അവരവരുടെ ദൈവമുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ദൈവം, യഹോവയായ ദൈവമാണ് എൻ്റെ ദൈവം. നിന്റെ ദൈവം വേറൊരു ദൈവമാകാം. അപ്പോൾ ഇത് മോശ ദൈവത്തോട് ചോദിക്കുന്നത്, നീ ആരാണ്? അപ്പോൾ മോശ അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്ന് പറയുമ്പോൾ, അതായത് ഇത് അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവരുടെ ഗോത്രത്തിൽ പെട്ട ഒരു ദൈവമാണ്, അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചിരുന്ന ദൈവമാണ് എന്നൊരു സങ്കല്പമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോകാം. ദൈവം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു, ഇസ്രായേലിൻ്റെ ഭരണകർത്താവായിരുന്നു. നമുക്കത് പല ആവർത്തിയായി ബൈബിളിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം മാത്രം ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചിത്രത്തിൽ, മുകളിലുള്ള ചിത്രത്തിൽ നമ്മൾ കാണുന്നത് മരുഭൂമിയിൽ പാളയമടിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനമാണ്. ദൈവത്തിൻ്റെ കൂടാരം, സമാഗമ കൂടാരം അവരുടെ നടുവിലുണ്ട്. തൊട്ട് താഴെ കാണുന്ന ഈ ചിത്രം എന്ന് പറയുന്നത് ഫറവോ ആയിരുന്ന റാംസസ് രണ്ടാമൻ്റെ പാളയമാണ്. യുദ്ധകാലത്ത് ഉണ്ടായിരുന്ന പാളയത്തിൻ്റെ ഒരു ചിത്രമാണ്. ഇവിടെ ഇപ്രകാരം തന്നെ, അതായത് യുദ്ധം ചെയ്യുന്ന ഒരു രാജാവ് ഇങ്ങനെ സൈന്യങ്ങളുടെ നടുവിൽ പാളയമടിച്ച് അല്ലെങ്കിൽ കൂടാരമടിച്ച് താമസിക്കുന്ന ഒരു രംഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേ ചിത്രം തന്നെയാണ് നമ്മൾ ബൈബിളിൽ നമ്മുടെ കർത്താവ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ പാളയമടിച്ച് താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം. ഈ സ്ക്രീനിൻ്റെ കൃത്യം നടുവിൽ നമ്മൾ കാണുന്നതാണ് വാഗ്ദാന പേടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഗ്ദാന പേടകം പോലെ തന്നെ ഇരിക്കുന്ന ഒരു കാര്യം ഫറവോയുടെ കൂടാരത്തിനുള്ളിലും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ഈ സമാഗമ കൂടാരമൊക്കെ പണിയാൻ ഇസ്രായേൽ ജനത്തിന് കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് ഇൻഡയറക്റ്റായിട്ട് ഒരു മെസ്സേജ് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത് ഇതാണ്: ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനാണ് നിങ്ങളുടെ രാജാവ്, ഞാനാണ് നിങ്ങൾക്ക് കൽപ്പനകൾ നൽകുന്നത്, നിങ്ങൾ എന്നെ അനുസരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ്. മൂന്നാമത്, ദൈവം ഇസ്രായേലിൻ്റെ ഭർത്താവാണ്. ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം നമുക്കറിയാം. ഒരു ഭർത്താവും ഒരു ഭാര്യയും, പോളിഗമി
പാടില്ല. അതായത് ദൈവത്തിന് എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ജനമാണ് ഇസ്രായേൽ. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് വേറൊരു ഭർത്താവ് ഉണ്ടാവാൻ പാടില്ല. ദൈവത്തെ മാത്രം ഇസ്രായേൽ ജനത ഭർത്താവായിട്ട് വിവാഹം കഴിച്ചതാണ് യഹോവയായ ദൈവം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു ദൈവം പാടില്ല. ഇറ്റ്സ് എൻ എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ്. നാലാമതായിട്ട് ഈ ഒരു സങ്കല്പം, അതായത് യഹോവയായ ദൈവം നമ്മുടെ ദൈവം തന്നെയാണ്, സകല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സകല രാജ്യങ്ങളുടെയും ദൈവം എന്ന് പറയുന്നത്. ഈ ഒരു സങ്കല്പം ഉടലെടുക്കുന്നത് ബാബിലോൺ പ്രവാസകാലത്താണ്. ബാബിലോൺ പ്രവാസകാലത്ത് സംഭവിച്ചതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ വിജയിക്കുന്ന രാജ്യത്തിൻ്റെ ദൈവമാണ് കൂടുതൽ ശക്തിയുള്ള ദൈവം. അതിനാൽ തന്നെ പരാജയപ്പെട്ട രാജ്യത്തിലുള്ളവരെല്ലാം ഈ വിജയിച്ച രാജ്യത്തിൻ്റെ ദൈവത്തെ ആരാധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പക്ഷേ ബാബിലോൺ പ്രവാസകാലത്ത് അപ്പോൾ ബാബിലോൺ പ്രവാസകാലത്ത് ഒരു യുദ്ധത്തിൻ്റെ ട്രൗമ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. പലതും നഷ്ടപ്പെട്ടു, വീട് എല്ലാം നഷ്ടപ്പെട്ടു, ദേവാലയം തകർക്കപ്പെട്ടു. ഈ വിഷമങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവിടെ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ വിശ്വാസത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലൂടെ ഇസ്രായേൽ കടന്നു പോകുക. അതായത് ഞങ്ങളുടെ ദൈവം യഹോവയായ, അതായത് സൈന്യങ്ങളുടെ കർത്താവായ നമ്മുടെ ദൈവം ബാബിലോണിലെ ദൈവത്തിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടോ? അപ്പോൾ നമ്മളിനിയും ബാബിലോണിലെ ദൈവത്തെയാണോ ആരാധിക്കേണ്ടത് എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും വരേണ്ട ഒരു ചിന്തയാണ്. പക്ഷേ ഇസ്രായേൽ തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ പ്രവാചകന്മാർ വഴി ഇസ്രായേൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: ഇല്ല, നമ്മുടെ ദൈവമായ കർത്താവ് യഥാർത്ഥത്തിൽ സകല പ്രപഞ്ചങ്ങളുടെയും കർത്താവാണ്. സകല പ്രപഞ്ചത്തെയും സൃഷ്ടാവും സകല രാഷ്ട്രങ്ങളുടെയും രാജാക്കന്മാരുടെയും മേൽ ദൈവത്തിന്, നമ്മുടെ യഹോവയായ ദൈവത്തിന് അധികാരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പാപം ചെയ്തതിനാൽ, ഞങ്ങൾ മറ്റ് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയതിനാൽ, കൂടോത്രം, മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടതിനാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ ബാബിലോൺ രാജാവിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ശിക്ഷിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ബാബിലോൺ പ്രവാസകാലത്ത് ബാബിലോണിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന സങ്കല്പത്തിലുള്ള പ്രശ്നം ഇതാണ്: ഇസ്രായേലിൻ്റെ ദൈവമാണ് യഹോവയെങ്കിൽ ബാബിലോണിൽ മറ്റൊരു ദൈവമാണെങ്കിൽ ഇസ്രായേലിൻ്റെ അതിർത്തി വിട്ട് കഴിയുമ്പോൾ യഹോവയ്ക്ക് അവിടെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുമ്പോൾ പറയാറില്ല, ഇത് ഞങ്ങളുടെ പരിധിയിൽപ്പെടുന്ന, ഈ സംഭവം നടന്ന് ഞങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ല, അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോകും. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അതിർത്തി വിട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിധിക്ക് പുറത്താണ് എന്നൊരു സങ്കല്പം പണ്ടുണ്ടായിരുന്നു. യഹോവയുടെ പരിധിക്ക് പുറത്താണ്. അതുകൊണ്ട് ബാബിലോണിലായിരിക്കുമ്പോൾ ബാബിലോണിലെ ദൈവത്തെ ആരാധിക്കണം എന്നൊരു സങ്കല്പം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇസ്രായേൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അല്ല, ബാബിലോണിലെ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളെ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതേ ദൈവം തന്നെ മറ്റൊരു രാജാവിൻ്റെ സഹായത്തോട്, സൈറസ് രാജാവിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങളെ വിമോചിപ്പിക്കും, ഞങ്ങൾ വീണ്ടും ഇസ്രായേലിലേക്ക് മടങ്ങും എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവുകയാണ്. പിന്നീട് അഞ്ചാമതായിട്ട് ദൈവം പിതാവാണെന്നുള്ള ഒരു ചിന്ത. ഇത് പുതിയ നിയമത്തിൽ വളർന്ന ഒരു ചിന്തയാണ്. പഴയ നിയമത്തിൽ ഇതിൻ്റെ ആരംഭം പലയിടത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് അത്ര എക്സ്പ്ലിസിറ്റായിട്ട് നമുക്ക് കാണാൻ, അത്ര പ്രത്യക്ഷമായിട്ട് കാണാൻ നമുക്ക് ഒരുപക്ഷെ സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയുമാണ് ദൈവത്തെക്കുറിച്ച്, ദൈവസങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ആഴത്തിൽ പോകാൻ സാധിക്കും. പക്ഷേ ഒരു ആരംഭം എന്ന നിലയിൽ ഇത് ഇത്രയും തൽക്കാലം ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്താൽ മതി. രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന മനുഷ്യൻ എന്ന സങ്കല്പമാണ്. പഴയ നിയമത്തിൽ മനുഷ്യ സങ്കല്പം നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് പല ആവർത്തിയായി കേട്ട് നമ്മളത് അതിലെന്ത് പുതിയ കാര്യം ഇരിക്കുന്നു. പക്ഷേ നമ്മളൊന്ന് മറ്റ് മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മനുസ്മൃതിയിലുള്ള മനുഷ്യ സങ്കല്പം എന്താണ്? ബ്രാഹ്മണര്
ബ്രഹ്മൻ്റെ തലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ശൂദ്രന്മാർ ദൈവത്തിൻ്റെ കാലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മനുഷ്യ സങ്കല്പം കാരണം ബ്രാഹ്മണർക്ക് ശൂദ്രന്മാരെക്കാട്ടിലും കൂടുതൽ ഒരു പ്രയോറിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാബിലോണിൽ ഉണ്ടായിരുന്ന ഒരു മതവിശ്വാസം അനുസരിച്ച് മാർദുക്ക് എന്ന ദൈവം മനുഷ്യനെ അടിമപ്പണി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി അടിമപ്പണിക്ക് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നത്. അങ്ങനെ ഒരു സങ്കല്പമല്ല ബൈബിളിൽ നമുക്ക് മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പം. ബൈബിളിൽ നിന്ന് നമുക്ക് മനുഷ്യനെ കുറിച്ച് കിട്ടുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത്, മനുഷ്യനെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത് മൂലം തന്നെ മറ്റ് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെയൊക്കെ നമ്മൾ വിമോചിപ്പിക്കാൻ പോകുന്നതിൻ്റെ കാരണം, ഏതൊരു മനുഷ്യനും ഒരു അന്തസ്സുണ്ട്. ഭ്രൂണഹത്യക്കെതിരെയൊക്കെ നമ്മൾ പോരാടുന്നതിൻ്റെ ഒറ്റ കാരണം ഇത് തന്നെയാണ്. കാരണം ജനിക്കാൻ പോകുന്ന ശിശുവിന് പോലും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യവും സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ അന്തസ്സ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ദൈവശാസ്ത്രം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ ചിന്തകളെ എല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത്, മനുഷ്യൻ സമാധാനത്തോടും സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടി പറുദീസ എന്നൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നതാണ്. അതിനർത്ഥം തന്നെ ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ ഒരിക്കലും സഹനമോ മരണമോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സഹിക്കുന്ന പല കാര്യങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊന്നും ദൈവത്തിൻ്റെ ആരംഭത്തിലുള്ള സങ്കല്പത്തിൽ, നമ്മളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പാപം മൂലമാണ് ഇത്തരത്തിലുള്ള സഹനം, ദുഃഖങ്ങൾ, ഒരു ഇംപെർഫെക്ഷൻ നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൽ തന്നെ കടന്നു, മനുഷ്യൻ തന്നെ പാപത്തിനോട് അടിമപ്പെടുകയും അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും മനുഷ്യൻ സഹിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നാലാമതായിട്ട് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അതായത് പാപം മൂലമാണ് സഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പൊതുവെ ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എൻ്റെ പാപമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷേ അത് മാത്രമല്ലായിരിക്കണം കാരണം, പലതും കാണുമ്പോൾ. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, പൊതുവെ മനുഷ്യ സ്വഭാവത്തിൽ സഹനമെന്ന ഒരു കാര്യം കടന്നു വന്നിരിക്കുന്നത് ഈ പാപം മൂലം നമ്മൾ ദൈവബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ പാപം ചെയ്തേക്കാം, പാപം ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ ഞാൻ സഹിക്കേണ്ടത്, കാരണം ഞാൻ മനുഷ്യ വംശത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഈ സഹനങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. അതായത് ദൈവമല്ല ഈ സഹനം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ദൈവമല്ല ഈ നമ്മൾ സഹിക്കണം എന്ന് ഒരു പദ്ധതി മെനഞ്ഞിരിക്കുന്നത് ആദിയിൽ. ഒരു ഉയർന്ന ലെവലിൽ വേണം നമ്മളിത് ചിന്തിക്കുക. എന്നാൽ അതേ സമയത്ത് തന്നെ ബൈബിളിൽ നീതിമാന്മാരുടെ സഹനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട്. ജോബ്, തോബിത്ത് തുടങ്ങിയ മനുഷ്യരൊക്കെ സഹനങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ അവരാരും പാപം ചെയ്തതുകൊണ്ടല്ല അവർ സഹിക്കേണ്ടത് വന്നത്. എന്നാൽ അതേസമയത്ത് തന്നെ സഹനത്തിന് മറ്റൊരു അർത്ഥവുമുണ്ട് എന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് പലപ്പോഴും ദൈവം പരീക്ഷിക്കുവാൻ വേണ്ടി നമ്മളെ സഹനങ്ങളിൽ കൂടെ കടത്തിക്കൊണ്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം വരുത്തുവാനും, അല്ലെങ്കിൽ ഏറ്റവും ഉപരിയായിട്ട് ഇതെല്ലാം വഴിയായിട്ട് ഒരു ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും ദൈവത്തെ അനുഭവിക്കുവാനും വേണ്ടി ദൈവം നമുക്ക് സഹനങ്ങൾ ജീവിതത്തിൽ നൽകാൻ സാധ്യതയുണ്ടെന്ന് ഒരു ദൈവശാസ്ത്രം ബൈബിളിലെ ചില പുസ്തകങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം അതും ഒരു ഉദാഹരണം തന്നെ. ഏറ്റവും അവസാനമായിട്ട് മനുഷ്യർ പാപം ചെയ്ത് അവരുടെ പറുദീസ അനുഭവം നഷ്ടപ്പെടുത്തിയെങ്കിലും ദൈവം അവരെ കൈവിടുന്നില്ല. ദൈവം എപ്പോഴും അവരുടെ കൂടെയുണ്ട്. ദൈവം അവരെ തിരിച്ച് ഈ പറുദീസയിലേക്ക് നയിക്കുന്നു. ദൈവം നാം നടന്നു നീങ്ങുന്ന വഴികളിലൊക്കെ ദൈവം കൂടെ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ചിന്തയും പഴയ നിയമത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കൊടുക്കുന്നു. പലപ്പോഴും ദൈവം നേരിട്ട് ഇടപെടുന്നു, പലപ്പോഴും പ്രവാചകന്മാർ വഴി, നമ്മുടെ നേതാക്കന്മാർ വഴിയായിട്ട്
നമ്മളെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ അന്തിമ രക്ഷ കൊണ്ടുവരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹായാണ് എന്നൊരു ചിന്തയാണ്. അപ്പോൾ മിശിഹായെക്കുറിച്ച് പല കാര്യങ്ങളും, നമ്മുടെ രക്ഷകൻ വരും, രക്ഷകൻ നമ്മെ രക്ഷിക്കും, പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ച് വീണ്ടും പറുദീസയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും എന്നൊരു സങ്കല്പം ബൈബിളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു ദൈവശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത് ഉടമ്പടി എന്നൊരു കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഉടമ്പടി എന്ന വിഷയത്തെ നന്നായിട്ട്, ഈ ഒരു ടോപ്പിക്കിനെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ബൈബിള് നമുക്ക് ശരിക്കും മനസ്സിലാകും. ഇത് മനസ്സിലാകാത്തതിൻ കൊണ്ടാണ് പലപ്പോഴും ബൈബിളിലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാത്തത്. അത് ബൈബിളിലെ കാര്യം മാത്രമല്ല, സഭ പഠിപ്പിക്കുന്ന കൂദാശകളെ കുറിച്ചാണേലും മറ്റ് പല കാര്യങ്ങളും, നമ്മൾ സൺഡേ സ്കൂൾ പഠിക്കുന്ന പല കാര്യങ്ങളും, ഇതെല്ലാം മനസ്സിലാക്കുന്നതിൻ്റെ ഒരു കീയാണ് ഈ ഉടമ്പടി എന്നുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യമേ നമ്മൾ കണ്ടു, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. പക്ഷേ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. പാപം മൂലം ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഈ ബന്ധത്തെ പുനർസ്ഥാപിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ അതിന് പുനർസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ട് നമുക്ക് ആദ്യമേ ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഉടമ്പടി എന്നത് ഇതിൻ്റെ ഒരു ഡെഫിനേഷനാണ്. ഉടമ്പടി എന്നത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഔപചാരികമായ ഒരു കരാറാണ്. ഇതൊരു വളരെ ലീഗൽ ടേമാണ്. വാഗ്ദാനങ്ങൾ, നിബന്ധനകൾ, അനുഗ്രഹങ്ങൾ, ചിലപ്പോൾ നിബന്ധനകൾ ലംഘിക്കുന്നതിനുള്ള പിഴകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ഉടമ്പടിയുടെ ഒരു വ്യാഖ്യാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഉടമ്പടികൾ പലപ്പോഴും ഒരു ശബ്ദം കൊണ്ടോ മൃഗങ്ങളെ മുറിച്ചുകൊണ്ടുള്ള ഒരു ആചാരം കൊണ്ടോ, മുറിക്കുക എന്നുള്ള വാക്ക് ഞാൻ വളരെ മനഃപൂർവ്വമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഒരു പ്രതീകാത്മകമായ പ്രവൃത്തി കൊണ്ടോ, ഉദാഹരണം റൂത്തിൽ ചെരുപ്പുകൾ കൈമാറിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ഭക്ഷണം പങ്കുവെച്ചുകൊണ്ടോ മുദ്രയിടാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉടമ്പടിയുടെ ഔപചാരികമായ ഒരു അല്ലെങ്കിൽ ഗൗരവപരമായ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണ്. ഉടമ്പടി എന്നത് കരാറിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. വെറും ഒരു കരാറല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉടമ്പടി മുമ്പ് ഞാൻ പറഞ്ഞു, ഹെബ്രായ ഭാഷയിൽ സാധാരണ കരാറ്റ് ബെറീറ്റ് എന്നാണ്. അതായത് കരാറ്റ് ബെറീത്ത് എന്ന് പറയും. ബെറീത്ത് എന്ന് പറയുന്ന ഉടമ്പടി. കരാറ്റ് ബെറീത്ത് എന്ന് പറയുമ്പോൾ ഉടമ്പടി മുറിക്കുക എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഉടമ്പടി ചെയ്യുക, ഉടമ്പടിയിൽ ഏർപ്പെടുക എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് മുറിക്കുക എന്നാണ്. കാരണം ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടൊരു മൃഗത്തെ മുറിക്കുന്നു. അപ്പോൾ ഈ കരാറ് അല്ലെങ്കിൽ ഈ ഉടമ്പടി ആര് ലംഘിക്കുന്നുവോ ആ കക്ഷി ഈ മൃഗത്തിൻ്റെ അതേ വിധി പങ്കിടും എന്നുള്ള ഒരു സങ്കല്പമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനാൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഉടമ്പടി ഒരു തരത്തിലും അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല, ഉടമ്പടി റദ്ദാക്കാൻ സാധിക്കുകയില്ല. ആരെങ്കിലും മരിക്കണം, ഏതെങ്കിലും ഒരു കക്ഷി മരിച്ചാൽ മാത്രമേ ഈ ഉടമ്പടി അവസാനിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയിൽ മനുഷ്യനാണ് ഈ ഉടമ്പടി ലംഘിച്ചത്. അതിനാൽ തന്നെ മനുഷ്യൻ മരിക്കേണ്ടിയിരിക്കുന്നു. മൃഗത്തെ മുറിച്ച് ചെയ്ത ഉടമ്പടി, അബ്രാഹത്തിന് നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം ഒന്നെടുത്ത് വായിച്ചാൽ മതി. ഈ മൃഗത്തെ മുറിച്ചുകൊണ്ട് അബ്രാഹവുമായിട്ട് ദൈവം ഈ ഉടമ്പടിയിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ അത് ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മളാണ് മരിക്കേണ്ടത്. പക്ഷേ ദൈവം മനുഷ്യനായി മാറി നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ട്
ഈ വിധി സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. അതാണ് കുരിശിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ക്രിസ്തീയ വിവാഹമാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭകളിൽ ഒക്കെ നടത്തി വരുന്ന വിവാഹം എന്ന കൂദാശയാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഉടമ്പടിയെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വിവാഹത്തെ നന്നായിട്ട് ഒന്ന് വിശകലനം ചെയ്ത്, അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ വിവാഹത്തെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഉടമ്പടി എന്താണെന്ന് നന്നായിട്ട് പഠിച്ചാൽ മതി. രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ചില ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ ഉടമ്പടി ദൈവം നോഹയുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അബ്രാഹവുമായിട്ട് പറഞ്ഞു. ഇസ്രായേൽ ജനതയുമായിട്ട് ദൈവം സീനായി മലയിൽ വെച്ച് മോശ വഴിയായിട്ട് ഉടമ്പടി നടത്തുന്നു. അതുപോലെ ദാവീദുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുന്നുണ്ട്. ആദാമുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഉടമ്പടി ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും ദൈവവും ആദാമുമായിട്ടുള്ള പല സംഭാഷണങ്ങളിൽ ഈ ഉടമ്പടിയുടെ ലീഗൽ ടേംസ് കാണുന്നുണ്ട് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ വ്യവസ്ഥ ഇപ്രകാരമാണ്. അതായത് ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളും വ്യവസ്ഥകളും ഇപ്രകാരമായിരുന്നു. ദൈവം അവരുടെ ദൈവമായിരിക്കും. ദൈവം അവരുടെ ദൈവമായിരിക്കും. അവരെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യും. ഇസ്രായേൽ തൻ്റെ ഭാഗത്തു നിന്ന് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കണമായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഈ ബന്ധം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എക്സ്ക്ലൂസീവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും, അവരെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യും. ഇസ്രായേൽ തൻ്റെ ഭാഗത്തു നിന്ന് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ദൈവവും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്ന ഒരു ഉടമ്പടിയും ഇന്ന് നമ്മളും യേശുവും തമ്മിലുള്ള ഒരു ഉടമ്പടിയും ഏകദേശം ഇതിൻ്റെ ഒരു വളരെ സിമ്പിൾ ടേംസിൽ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ആരംഭം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ മാത്രം ഇപ്പോൾ തൽക്കാലം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ അധ്യായത്തിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ ഒരു യാത്രയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോ ഗ്രന്ഥവും അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളും ഒന്ന് സൂചിപ്പിച്ച് പോകുവാനുള്ള ഒരു അത്ര സമയമേ നമുക്കുള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾ സ്ക്രീനിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കാം. സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ വിശദമായി ഇരുന്ന് സൗകര്യമനുസരിച്ച് സമയമെടുത്ത് നിങ്ങൾ വായിക്കുക. ആദ്യം നമുക്കറിയാം, ബൈബിള് 4 തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഭാഗം പഞ്ചഗ്രന്ഥിയാണ്. പഞ്ചഗ്രന്ഥിയിൽ 5 പുസ്തകങ്ങളാണുള്ളത്. ആദ്യമേ ഉൽപ്പത്തി നമുക്കറിയാം. ഉൽപ്പത്തി എന്ന് പറയുന്നത് ആരംഭങ്ങളുടെ ഒരു പുസ്തകമാണ്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ മനുഷ്യ കുടുംബത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. പക്ഷെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം പാപം മൂലം നശിച്ചു പോയതിൻ്റെ ഫലമായിട്ട് 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ബി എന്ന നിലയിൽ ദൈവം അബ്രാഹത്തെ വിളിച്ച് അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ മനുഷ്യരാശിയെ, ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. അപ്രകാരമുള്ള അബ്രാഹത്തിൻ്റെ കുടുംബം ആയ ഇസ്രായേലിൻ്റെ ആരംഭം നമ്മളവിടെ കാണുകയാണ്. ഈ ഉൽപ്പത്തി അവസാനിക്കുമ്പോൾ ഇസ്രായേൽ ജനത, അല്ലെങ്കിൽ അന്ന് അബ്രാഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന സന്തതികൾ യാക്കോബും മക്കളും കാനാൻ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായത് മൂലം ഈജിപ്തിൽ പോയതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അവരെ ഈജിപ്തിൽ ആണ് നമ്മൾ അവസാനമായി ഈ പുസ്തകത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് പുറപ്പാടെന്ന് പറയുന്നത് ഈ കഥയുടെ തുടർച്ചയാണ്. ഇസ്രായേൽ ജനത അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ കുടുംബമായ ഇസ്രായേൽ ഈജിപ്തിൽ അടിമത്വത്തിലാണ്. അവിടെ ദൈവം പ്രവർത്തിച്ച് മോശയെ അയച്ച് അടിമത്വത്തിൽ നിന്ന് അവരെ വിമോചിപ്പിച്ച് സീനായ് മലയിൽ കൊണ്ടുവരുന്നു. ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സമാഗമ കൂടാരം പണിയുക, ദൈവത്തെ എപ്രകാരം ആരാധിക്കണം, എപ്രകാരം ദൈവത്തിൻ്റെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്.
അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ പെസഹായെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, 10 കൽപ്പനകൾ നമുക്ക് ലഭിക്കുന്നു, ഉടമ്പടി എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. പിന്നീട് ലേവായരുടെ പുസ്തകം ഇത് പഞ്ചഗ്രന്ഥിയുടെ മർമ്മപ്രധാനമായ സ്ഥലം അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. എന്നാൽ അതേസമയത്ത് നമ്മൾ ക്രിസ്ത്യാനികളായി നമ്മൾ ഏറ്റവും കുറഞ്ഞ് വായിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. എപ്രകാരമാണ് ആരാധന നടത്തേണ്ടത്, യഥാർത്ഥ ആരാധന എപ്രകാരമാണ് നടത്തേണ്ടത്, എപ്രകാരമാണ് ബലി അർപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള നിബന്ധനകളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയത്ത് തന്നെ പൗരോഹിത്യത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ബലിയെക്കുറിച്ചുമൊക്കെ ഉള്ള അനേകം സങ്കല്പങ്ങൾ, ദൈവശാസ്ത്ര സങ്കല്പങ്ങളൊക്കെ ഈ ഒരു പുസ്തകത്തിൽ നിന്നും പുതിയ നിയമത്തിലെ മനുഷ്യരായ നമുക്ക് ലഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് സമാഗമ കൂടാരത്തിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഇടതുവശത്ത് പുരോഹിതനായ അഹ്റോൻ്റെ അങ്കിയെക്കുറിച്ച് ഉള്ള ഒരു ചിത്രമാണ്. വിശദമായിട്ട് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. 4-മതായിട്ട് സംഖ്യാ പുസ്തകമാണ്. അപ്പോൾ സംഖ്യാ പുസ്തകത്ത് നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ജനത സീനായി മല വിട്ട് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയായ മോവാബിൻ്റെ താഴ്വര വരെയുള്ള യാത്രയാണ് വിവരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ മരുഭൂമിയിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട തലമുറ മരിക്കുകയും അടുത്തൊരു തലമുറ വളർന്നു വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിലും മധ്യഭാഗത്തിലും 2 സെൻസസ് എടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ജനങ്ങളുടെ എണ്ണം എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ തലമുറയാണ് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നതെങ്കിൽ അവർ മരിച്ചതിന് ശേഷം പുതിയ തലമുറയെ രണ്ടാമത് 26-ാമത്തെ അധ്യായത്തിൽ വീണ്ടും അവരുടെ എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഖ്യ എന്ന പേര് ഈ ഗ്രന്ഥത്തിന് വരുന്നത്. ഏറ്റവും അവസാനമായിട്ട് മോവാബിൻ്റെ താഴ്വരയിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു പുതിയ തലമുറയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ മോശ ഉടമ്പടി അവരുമായിട്ട് പുതുക്കുകയാണ്. ഈ പുതിയ തലമുറയെ പഴയ കാര്യങ്ങളൊക്കെയും സീനായി മലയിൽ വെച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ യാത്രയിൽ ഉടനീളം കർത്താവ് നൽകിയ കൽപ്പനകളെല്ലാം ആവർത്തിക്കുന്ന ഒരു രംഗമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ മോശ മരണക്കിടക്കയിലാണ്, അല്ലെങ്കിൽ മോശ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ജനത്തെ വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളെല്ലാം ആവർത്തിക്കുകയാണ്, എല്ലാ നിയമങ്ങളും ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തനം എന്ന പേര് ഈ ഗ്രന്ഥത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൻ്റെ 2-മത്തെ ഭാഗം എന്ന് പറയുന്നത് ചരിത്രപരമായ പുസ്തകങ്ങൾ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ജോഷുവയുടെ പുസ്തകമാണ്. അപ്പോൾ ജോഷുവയുടെ പുസ്തകം നമുക്കറിയാം, നിയമാവർത്തന പുസ്തകത്തിൻ്റെ അവസാനം മോശ മരിക്കുന്നു. ഇസ്രായേൽ ജനത മോവാബിൻ്റെ താഴ്വരയിൽ നിൽക്കുകയാണ്, വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിൽ. അപ്പോൾ ജോഷുവയാണ് അവരെ ജോർദാൻ നദി കടത്തി, അതായത് മോവാബിൻ്റെ താഴ്വരയിൽ അവിടെ ജോർദാൻ നദി ഒഴുകുന്നു. ജോർദാൻ നദി ക്രോസ് ചെയ്തിട്ട് വേണം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ജോഷുവയാണ് ഇതിന് നേതൃത്വം നൽകി പിന്നീട് ദൈവം കൽപ്പിച്ച പോലെ ഗോത്രങ്ങളായിട്ട് ഈ ഭൂമി വിഭജിച്ചു കൊടുക്കുകയും അവരെ അവിടെ പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ജോഷുവയുടെ പുസ്തകം എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ട്രാൻസിഷൻ ആണ്, അതായത് ഒരു പരിവർത്തനം കൊണ്ടുവരുന്നത്. അതായത് പഞ്ചഗ്രന്ഥിയിൽ നിന്നും പിന്നെ ചരിത്രപരമായ പുസ്തകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ലിങ്കായിട്ട് ജോഷുവയുടെ പുസ്തകം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം, അതായത് ജോഷുവയുടെ പിന്നീട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ജോഷുവ മുതൽ സാമുവേൽ പ്രവാചകൻ്റെ ഉദയം വരെയുമുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേൽ പൊതുവെ ഒരൊറ്റ നേതാവോ രാജാവോ ഇല്ലായിരുന്നു. മോശയെ പോലെയോ അല്ലെങ്കിൽ ജോഷുവയെ പോലെയോ ആരും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങുമിങ്ങും ചില വ്യക്തികളെല്ലാം ദൈവത്താൽ പ്രത്യേകമായിട്ട് ഒരു ദൗത്യം
നിർവഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെടുകയും അവർ ഇസ്രായേലിനെ ഒരുമിച്ച് കൂട്ടുകയും ആ ദൗത്യം നിർവഹിച്ചതിന് ശേഷം രംഗത്ത് നിന്ന് മാറുകയും അടുത്ത ആൾ പ്രവേശിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കരിസ്മാറ്റിക് എന്ന് നമ്മൾ വിളിക്കാവുന്ന നേതാക്കന്മാർ ഇസ്രായേലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വി സി എ റിപ്പീറ്റിംഗ് സൈക്കിൾ ഓഫ് ഡിസൊബീഡിയൻസ്, പണിഷ്മെൻറ്റ്, റിപ്പൻറ്റൻസ് ആൻഡ് റെസ്റ്റോറേഷൻ, അല്ലെങ്കിൽ ആവർത്തിച്ച് അനുസരണക്കേട്, ശിക്ഷ, മാനസാന്തരം, പിന്നെ പുനഃസ്ഥാപനം. ഇതിൻ്റെ ഒരു ചക്രവ്യൂഹം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇതൊരു പ്രത്യേകതയാണ്. പിന്നീട് റൂത്തിൻ്റെ പുസ്തകം, അത് മോവാബ്യക്കാരിയായ ഒരു സ്ത്രീയുടെ കഥയാണ്, വിശ്വസ്തതയുടെ ഒരു കഥയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബൈബിൾ ഇസ്രായേൽ വംശജനം അല്ലാത്ത ഒരു സ്ത്രീയുടെ പേരിലുള്ള ഏക ബൈബിളിലെ പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. പിന്നീട് ഈ പുസ്തകത്തിലൂടെ ഇസ്രായേലിൻ്റെ അന്നുണ്ടായിരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അവരുടെ വിശ്വാസങ്ങൾ, ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. പിന്നീട് സമൂവേലിൻ്റെ 2 പുസ്തകം, 1-2 സമൂവേലാണ്. ആദ്യം പണ്ട് ഇത് രണ്ടും ഒറ്റ ഗ്രന്ഥമായിരുന്നു. സമൂവേലിൻ്റെ ഒറ്റ ഗ്രന്ഥമായിരുന്നു. യഹൂദ കാനോനിൽ ഇപ്പോഴും അത് ഒരു ഗ്രന്ഥമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പിൻകാലത്ത് സെപ്തുവജിന്ത് തർജ്ജമ, അതായത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യുന്ന സമയത്താണ് ഇത് 2 ഭാഗമായിട്ട് തിരിക്കുന്നത്. സാമുവേൽ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും അവസാനത്തെ ന്യായാധിപനായിരുന്നു. സാമുവേലിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഈ ഒരു പുസ്തകത്തിലാണ് ഇസ്രായേൽ ജനത ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ നിന്നും മാറി രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് ഒന്നാം സാമുവേലിൽ നമ്മൾ പ്രധാനമായിട്ട് ഈ സാമുവേലിൻ്റെ ജീവിതം, പിന്നീട് സാവൂൾ രാജാവിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇത് കാണുകയും ഏറ്റവും ഈ ഗ്രന്ഥത്തിൻ്റെ അവസാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദാവീദ് എന്ന ബാലൻ പ്രധാന കഥാപാത്രമായി മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആദ്യത്തെ ഗ്രന്ഥം അവസാനിക്കുന്നത് സാവൂളിൻ്റെ മരണത്തോടു കൂടിയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രന്ഥം പ്രധാനമായിട്ടും ദാവീദ് എന്ന രാജാവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 2 സാമുവേലിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 1-2 രാജാക്കന്മാരുടെ പുസ്തകം ഇപ്രകാരം സാമുവേലിൻ്റെ പുസ്തകം പോലെ തന്നെ ഒരൊറ്റ ഗ്രന്ഥമായിരുന്നു. അത് പിൻകാലത്ത് വിഭജിക്കപ്പെട്ടതാണ്. അപ്പോൾ 1 രാജാക്കന്മാർ ആരംഭിക്കുന്നത് ദാവീദിൻ്റെ മകനായ സോളമൻ രാജാവാകുന്ന ആ നിമിഷം മുതൽ ഈ രാജാക്കന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ 400 വർഷത്തിന് ശേഷം ഇസ്രായേൽ ജനത ബാബിലോണിൽ അടിമകളാണ്. അപ്പോൾ ഈ 400 വർഷത്തെ ചരിത്രമാണ് ദാവീദിൻ്റെ അനന്തരാവകാശികളെക്കുറിച്ചുള്ള, ദാവീദിൻ്റെ പിൻഗാമികളെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ് പ്രധാനമായിട്ടും 1-2 രാജാക്കന്മാർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ഹൈ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ട് ഇതിൻ്റെ ഒരു ഉച്ചകോടി എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങളുടെ സോളമൻ ദൈവത്തിന് വേണ്ടി ഒരു ദേവാലയം പണിയുകയും അത് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥങ്ങളാണ് ഏലീഷ എന്നീ പ്രവാചകന്മാരുടെ പ്രവാചക ദൗത്യം നമ്മൾ കാണാൻ സാധിക്കുന്നത്. സോളമൻ്റെ ദേവാലയത്തിൻ്റെ ഒരു ചിത്രമാണ്, സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്ന 1-2 ദിനവൃത്താന്തം. അപ്പോൾ ഇതും മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റ പുസ്തകം തന്നെയായിരുന്നു. അപ്പോൾ ഈ 1-2 ദിനവൃത്താന്തം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 1-2 രാജാക്കന്മാരുടെ ഒരു സെറോക്സ് കോപ്പി പോലെ നമുക്ക് തോന്നിയേക്കാം, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ സൂക്ഷ്മമായി വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റീടെല്ലിങ്, അതായത് ഒരു പുനർവായനയാണ് ഇവിടെ നടക്കുന്നത്. ആദാം മുതൽ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ചരിത്രം ഒരു പുനർവായനയാണ് ഈ ദിനവൃത്താന്തം എന്ന പുസ്തകം നടത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ദൃഷ്ടികോണിൽ നിന്നല്ല രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയത്. നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി നിരാശയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒത്തിരി ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ
അതായത് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് കൂടുതൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ 1-2 ദിനവൃത്താന്തം ഇതേ കഥയാണ് പറയുന്നത്, പക്ഷെ കൂടുതൽ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് അടിവരയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതൊരു മറ്റൊരു തരത്തിലൊരു പുനർവായനയാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 1-2 ദിനവൃത്താന്തം യഹൂദര് ചരിത്രപരമായ പുസ്തകത്തിന്റെ കൂട്ടത്തിലല്ല, അല്ലെങ്കിൽ പ്രവാചക പുസ്തകത്തിന്റെ കൂട്ടത്തിലല്ല, ഇവര് ലിഖിതങ്ങളുടെ കൂട്ടത്തിലാണ് ഇടുന്നത്. കാരണം ഇത് പിൻകാലത്ത് എപ്പോഴോ എഴുതിയതാണ്, അല്ലെങ്കിൽ 1-2 രാജാക്കന്മാർ എഴുതിയ സമയത്തല്ല എഴുതിയത്, ഒത്തിരി പിന്നീടാണ് ഇത് എഴുതുന്നതെന്ന് വളരെ വ്യക്തമാണ്. പിന്നീട് നമ്മൾ 15-ാമത്തെയും 16-ാമത്തെയും പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എസ്ര നെഹമിയാണ്. അപ്പോൾ 1-2 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ദിനവൃത്താന്തവും ഇതൊക്കെ അവസാനിക്കുമ്പോൾ ഇസ്രായേൽ ജനത ബാബിലോണിൽ അടിമകളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ചരിത്രം മുഴുവനും നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ബാബിലോണിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് പേർഷ്യൻ രാജാവായ സൈറസ് മോചനം നൽകുകയും, അതായത് പേർഷ്യൻ രാജാവായ സൈറസ് ബാബിലോണിനെ കീഴ്പ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന അടിമകൾക്ക് വിമോചനം നൽകുകയാണ്. അപ്പോൾ അതേ തുടർന്ന് നടന്ന സംഭവങ്ങളാണ് എസ്ര നെഹമ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് ഈ എസ്ര നെഹമ്യ പുസ്തകങ്ങളും പണ്ട് ഒറ്റ ഗ്രന്ഥമായിരുന്നു. ഇത് ദിനവൃത്താന്തം അവസാനിക്കുന്നിടത്തുനിന്ന് വളരെ സ്മൂത്തായിട്ട് ആരംഭിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഇവിടെ ബാബിലോണിൽ നിന്നും തിരിച്ച് ഇസ്രായേൽ അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് തിരിച്ച് മടങ്ങി വരുന്ന യഹൂദരുടെ കഥയാണ് എസ്ര നെഹമ്യ. അവർ എപ്രകാരം ഒരു പുതിയ ദേവാലയം പണിയാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അവരുടെ ബാബിലോണിയർ നശിപ്പിച്ച അവരുടെ രാജ്യം, അവരുടെ പട്ടണങ്ങൾ വീണ്ടും പണിയുന്ന ഒരു ജനതയാണ് നമ്മൾ എസ്ര നെഹമ്യ പുസ്തകങ്ങളിൽ വായിക്കുന്നത്. പിന്നീട് 17-ാമത്തെ പുസ്തകം തോബിത്തിൻ്റെ പുസ്തകമാണ്. തോബിത്തിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 7-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം, 8-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിൽ അസീറിയൻ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് വടക്ക് ഉണ്ടായിരുന്ന ഇസ്രായേൽ എന്ന രാജ്യം, അതായത് സോളമൻ്റെ ഭരണത്തിന് ശേഷം ഇസ്രായേൽ ജൂത എന്ന 2 രാജ്യങ്ങളായി ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിയർ വിഭജിക്കപ്പെട്ടതെങ്കിൽ 8-ാം നൂറ്റാണ്ടിൽ അസീറിയയുടെ അധിനിവേശത്തിൻ്റെ ഫലമായിട്ട് വടക്കൻ രാജ്യമായ ഇസ്രായേൽ എന്ന രാജ്യം നാമാവിശേഷമാകുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം പ്രവാസത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ അപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് തോബിത്ത്. 8-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ശലമനേശ്വർ എന്ന അസിറിയൻ രാജാവിൻ്റെ അധിനിവേശത്തിൽ നഫ്താലി ഗോത്രക്കാരനായിരുന്നു തോബിത്ത്. അദ്ദേഹത്തെ പ്രവാസിയായിട്ട് അല്ലെങ്കിൽ അടിമയായിട്ട് നിനവയിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് തോബിത്ത് എന്ന പുസ്തകം ചർച്ച ചെയ്യുന്നത്. പിന്നീട് ജൂദിത്ത് എന്ന പുസ്തകം നമുക്കറിയാം. തോബിത്ത് എന്ന പുസ്തകം പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ യഹൂദ കാനൂനിനകത്ത് ഇല്ലാത്തൊരു പുസ്തകമാണ്. കത്തോലിക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിൽ മാത്രമുള്ളവർക്കാണ്. യൂദിത്വം അതുപോലെ തന്നെ. യൂദിത്വം എന്ന് പറയുന്നത് ഒരു ധൈര്യശാലിയായ ഒരു യഹൂദ സ്ത്രീയുടെ കഥയാണ്. പക്ഷെ യൂദത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂദത്തിൻ്റെ പല ചരിത്രപരമായി കൊടുത്തിരിക്കുന്ന സംഭവങ്ങളും കഥാപാത്രങ്ങളും ഒന്നും യഥാർത്ഥ ചരിത്രവുമായിട്ട് യോജിച്ച് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യൂദത്തിൻ്റെ പുസ്തകത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്നാണ് കരുതപ്പെടുന്നത്. അതൊരു യഥാർത്ഥ ചരിത്രപരമായ ഒരു പുസ്തകമല്ല, പക്ഷെ അതൊരു ഫിക്ഷൻ ആണെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാരണം ഒത്തിരി ചരിത്രപരമായി ഒത്തിരി പ്രശ്നങ്ങൾ ഈ പുസ്തകത്തിനുണ്ട്. പക്ഷെ അതിൻ്റെ മെയിൻ മെസ്സേജ് അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എസ്തറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ബാബിലോൺ അധിനിവേശം കഴിഞ്ഞു, പിന്നീട് യഹൂദര് തിരിച്ച് മടങ്ങി വരുന്നു. ആ സമയത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിനിവേശം, അല്ലെങ്കിൽ ലോകം മുഴുവൻ പേർഷ്യ രാജാവിൻ്റെ കീഴിലായിരുന്ന സമയത്ത് നടന്ന ഒരു കാര്യമാണ് എസ്തറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം, ബാബിലോൺ അധിനിവേശത്തിന് ശേഷവും അല്ലെങ്കിൽ മറ്റേതെല്ലാം സമയത്ത് യഹൂദർ ലോകത്തിൽ ചിതറിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു എപ്പോഴും യുദ്ധം കാരണമല്ല,
ഒരുപക്ഷെ യുദ്ധം കാരണം അവർ ചിതറിക്കപ്പെട്ടു. പക്ഷേ അവർ മറ്റ് സ്ഥലങ്ങളിൽ നിനിവ, അതുപോലെ ബാബിലോൺ പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ പോയതിനു ശേഷം അവർ അവിടെ നല്ല ജോലി കണ്ടെത്തിയവരുണ്ട്. നന്നായിട്ട് ജീവിക്കാനും വ്യാപാരമൊക്കെ ചെയ്ത് അവിടെ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള യഹൂദരുണ്ടായിരുന്നു. അപ്രകാരമുള്ള ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. മൊർദെഖായിയുടെ അനുദ്രവളാണ് എസ്തർ. അപ്പം ഈ സംഭവങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഇവിടെ വിശദമായിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഗ്രീക്ക് എഡീഷനും ഹീബ്രു എഡീഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം. സമയത്തിൻ്റെ കുറവ് മൂലം ഞാൻ അടുത്ത പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. 1-2 മക്കബയർ എന്ന് പറയുന്നത് വീണ്ടും ചരിത്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാണുന്നു. ഗ്രീക്ക് അധിനിവേശത്തിൻ്റെ സമയത്ത് നടന്ന ഒരു വിപ്ലവമാണ് ഈ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതായത് പേർഷ്യൻ സാമ്രാജ്യം അവസാനിച്ചു. BC 333 അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കുന്നു. ലോകം എന്ന് പറയുന്നത് അന്ന് അറിയപ്പെട്ടിരുന്ന ലോകം അവരെ സംബന്ധിച്ചോളം കീഴടക്കുകയും അവിടെ പിൻകാലത്ത് ഉണ്ടായിരുന്ന ഗ്രീക്കുകാർ അവരുടെ സംസ്കാരവും അവരുടെ വിശ്വാസവും മറ്റ് ജനതകളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അതിൻ്റെ ഹെലനൈസേഷൻ എന്ന ആണ് ഈ പ്രക്രിയയെ വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രക്രിയയ്ക്ക് എതിരെയുള്ള ഒരു വിപ്ലവം നയിച്ചിരുന്നത് മത്തിയാസിൻ്റെ പുത്രനായ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു യഹൂദ പുരോഹിതനായിരുന്നു. അതൊരു ഇരട്ടപ്പേരായിട്ടാണ് മക്കബായർ എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മക്കബായരുടെ പുസ്തകം ഈ ഒരു വിപ്ലവത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് 2 വോള്യൂംസ് ഉള്ള മറ്റ് പുസ്തകങ്ങൾ 1-2 രാജാക്കന്മാർ, 1-2 സാമുവേലൊക്കെ നമ്മൾ വായിച്ച പോലെ അല്ല 1-2 മക്കബായർ. കാരണം ഇത് തുടർച്ചയായ ഒരു കഥയല്ല, അല്ലെങ്കിൽ 1 മക്കബായരുടെ തുടർച്ചയല്ല 2 മക്കബായർ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 1 മക്കബായറിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു ദൃഷ്ടികോണിൽ കൂടെ ആണ് 2 മക്കബായർ പറയുന്നത്. 1 മക്കബായർ കുറച്ചുകൂടെ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ വിവരിക്കുന്നെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ ഒരു ദൈവശാസ്ത്രപരമായിട്ടും അതൊരു പോപ്പുലർ മെമ്മറിക്ക് വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്രകാരമാണ്. 1 മക്കബായർ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അവർ എഴുതിയിരുന്നതാണെങ്കിൽ 2 മക്കബായർ എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയും പാട്ട് രൂപത്തിലും അല്ലെങ്കിൽ നാടകം അവതരിപ്പിക്കുവാനും അപ്പോൾ ഒരു പോപ്പുലർ ഓർത്തിരിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് ഓർത്തിരിക്കാനും അവരുടെ ആഘോഷങ്ങളുടെ വേളയിൽ അത് ഉറക്കെ പാരായണം ചെയ്യാൻ വേണ്ടിയൊക്കെ ആണ് എഴുതപ്പെട്ടത്. രണ്ടും ഏകദേശം ഒരേ കാര്യങ്ങളെ തന്നെയാണ് വിവരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ബൈബിളിൻ്റെ 3-ാമത്തെ ഭാഗമായി ലിഖിതങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ലിഖിതങ്ങളിലുള്ള ആദ്യത്തെ ഒരു ഗ്രന്ഥമെന്ന് പറയുന്നത് ജോബിൻ്റെ പുസ്തകമാണ്. ജോബിൻ്റെ പുസ്തകം ഇപ്പോൾ നമ്മൾ കാണുന്നു. ജോബ് എന്നൊരു യഥാർത്ഥ വ്യക്തി ഒരുപക്ഷെ ജീവിച്ചിരുന്നേക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ജോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഒരു നാടകമായിട്ടാണ്, ഒരു പോയറ്റിക്കൽ ഡ്രാമ ആയിട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമെന്ന് പറയുന്നത് എന്തുകൊണ്ട് സഹനമുണ്ട്, അല്ലെങ്കിൽ നീതിമാന്മാർ എന്തുകൊണ്ട് സഹിക്കുന്നു എന്നും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്നീ വിഷയങ്ങളെ ചർച്ച ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് എല്ലാ സഹനവും എല്ലാ തിന്മയും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ പാപം മൂലമല്ല, നേരെ മറിച്ച് ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്നതിൻ്റെ ഫലവും ആകാൻ സാധ്യതയുണ്ട് എന്നൊരു ആശയം ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് സങ്കീർത്തനങ്ങൾ നമുക്കറിയാം. നമ്മൾ ഏറ്റവും അധികം ഉദ്ധരിക്കുന്ന ഒരു പഴയ നിയമ പുസ്തകമാണ് സങ്കീർത്തനം. പ്രധാനമായിട്ടും സങ്കീർത്തനത്തിൻ്റെ രചനാ വർഷം എന്ന് പറയുന്നത് ഒരു സഹസ്രാബ്ദം നീണ്ടു നിൽക്കുന്ന, വ്യാപിച്ചു കിടക്കുന്ന വിവിധ വിഭാഗങ്ങളുടെയും രചനാ തീയതികളുടെയും ഗാനങ്ങളുടെ ഒരു ശേഖരമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോഴും നന്ദി സൂചകമായിട്ട് ഉള്ള ബലി അല്ലെങ്കിൽ ആരാധനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന ഗീതങ്ങളുടെ ഒരു സമാഹാരമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട്.
അതോടൊപ്പം തന്നെ മറ്റ് വ്യക്തികൾ എഴുതിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്തിട്ടുമുണ്ട്. പിന്നീട് സുഭാഷിതങ്ങൾ പറയപ്പെടുന്നത് സോളമനാണ് എഴുതിയിട്ടുള്ളത് എന്നാണ്. പക്ഷേ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഉള്ളടക്കമെന്ന് പറയുന്നത് പ്രായോഗിക ഉപദേശങ്ങളാണ്. അതായത് ദൈനംദിന ജീവിതം നയിക്കാനുള്ള പ്രായോഗിക ഉപദേശങ്ങളാണ്. ഇവിടെ പ്രധാനമായിട്ട് ഒരു കാര്യം ശ്രദ്ധേയമായിരിക്കുന്നത്, ജ്ഞാനമെന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് സഭാപ്രസംഗകൻ എന്ന് പറയുന്ന അതൊരു കഥാപാത്രമാണ്. കൊഹലേത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഇതൊരു നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ്, ഒരു വൺ ആക്ട് പ്ലേ ആണ്. അപ്പോൾ കൊഹലേത്ത് അല്ലെങ്കിൽ ഗുരു എന്ന് നമ്മുടെ ഭാഷയിൽ ഒരുപക്ഷെ പറയാം എന്ന് കഥാപാത്രം സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ട് ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അവസാനം ഇത് ലൗകികമായ സുഖങ്ങൾ തേടുന്നതെല്ലാം വ്യർത്ഥതയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാം ഇത് എപ്രകാരം മനുഷ്യനെ അതായത് സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒത്തിരി നല്ല കൊട്ടേഷൻസ് ഉള്ള ബൈബിളിലെ ഒരു ഗ്രന്ഥമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഉത്തമഗീതം നമുക്കറിയാം, ഇതൊരു പ്രണയഗീതമാണ്, അല്ലെങ്കിൽ പ്രണയഗീതങ്ങളുടെ ഒരു സമാഹാരമാണ്. സോളമൻ എഴുതപ്പെട്ട, അല്ലെങ്കിൽ ഉപരിവിപ്ലവമായ തലത്തിൽ സോളമൻ രാജാവും അവൻ്റെ വധുവായ ശൂലാങ്കാരി സ്ത്രീയും തമ്മിലുള്ള സന്തോഷവും വാഞ്ചയും സ്നേഹവും നിറഞ്ഞ ഗാനങ്ങളുടെ ഒരു സമാഹാരമായിട്ട് കാണുന്നതെങ്കിലും അത് ചരിത്രത്തിൽ എന്നും ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗാനമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ടാണ് കണ്ടിരുന്നത്. അല്ലെങ്കിൽ യഹോവയായ ദൈവവും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ഒരു വിവാഹബന്ധം, അല്ലെങ്കിൽ ക്രിസ്തു സഭ നമ്മൾ ഇന്ന് കാണുന്നു. ദൈവവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന് നാം കരുതി വരികയാണ്. പിന്നീട് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമുക്കറിയാം, യഹൂദരുടെയും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻസിൻ്റെയും കാനോനിൽ ഇല്ലാത്ത ഒരു ഗ്രന്ഥമാണ്. ഇത് വളരെ ലേറ്റായിട്ടാണ് എഴുതപ്പെട്ടത്. അതായത് നമ്മുടെ കർത്താവ് ജനിക്കുന്നതിൻ്റെ ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് സോളമൻ്റെ പേരിലാണെങ്കിലും സോളമൻ അല്ല അതിൻ്റെ കൃതികർത്താവ് എന്ന് വളരെ വ്യക്തമാണ്. ഇത് സഭാപ്രസംഗകൻ ഉന്നയിച്ച ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് കരുതപ്പെടുന്നു. പിന്നീട് പഴയ നിയമത്തിൻ്റെ തന്നെ ഒത്തിരി ദൈവശാസ്ത്രപരമായ ചർച്ചകൾ, അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ഒത്തിരി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം. ഇവിടെയും ജ്ഞാനത്തെ ഒരു ദൈവത്തിൻ്റെ ആത്മാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ പ്രഭാഷകൻ്റെ പുസ്തകമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം എന്ന് പറയുന്നത് സുമ സോഫിയ, അതായത് ഇസ്രായേലിൻ്റെ ജ്ഞാന പാരമ്പര്യം മുഴുവനും സമാഹരിച്ചുകൊണ്ടുള്ള ഒരു ഒറ്റ പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രഭാഷകൻ. അതിൻ്റെ ആരംഭത്തിൽ തന്നെ ബെൻസിറ പറയുന്നുണ്ട്, സിറാഹ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിറാഹിൻ്റെ മകനായ യേശു ബെൻ സിറാഹ് എന്ന് പറയുന്നത് സിറാഹിൻ്റെ പുത്രൻ എന്ന് ആയ ജോഷുവ അല്ലെങ്കിൽ യേശു ജീസസ് ബെൻ സിറാഹ് എന്നാണ് ഈ ഓതറിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് അനേകം തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥി ഇതെല്ലാം വായിച്ച് പ്രവാചകന്മാരുടെ പുസ്തകം എല്ലാം വായിച്ച് ധ്യാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ് അത് ഒരു സുമ സോഫിയ എന്ന് അറിയപ്പെടുക എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ നാലാമത്തെ ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്, പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ചരിത്രപരമായ ഗ്രന്ഥത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് യെശയ്യായുടെ ഗ്രന്ഥമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യെശയ്യായുടെ ഗ്രന്ഥം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായിട്ടും 8-ാം നൂറ്റാണ്ടിൽ അസീറിയയുടെ അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടുള്ള, അല്ലെങ്കിൽ അതുമായി ആ പശ്ചാത്തലത്തിലുള്ള പ്രവചനങ്ങളാണെങ്കിൽ 40 മുതൽ 55 അല്ലെങ്കിൽ 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായിട്ട് ബാബിലോണിൽ കഴിയുന്ന യഹൂദരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്.
ഒന്നാമത് 40 മുതൽ 55 വരെയുമുള്ളത് ബാബിലോണിലായിരിക്കുന്ന യഹൂദരെ അഭിസംബോധന ചെയ്യുന്നു. 56 മുതൽ 66 വരെ ഉള്ളത് അതിൽ തിരിച്ച് വന്ന യഹൂദരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ആദ്യം സൂചിപ്പിച്ച 1 മുതൽ 39 വരെ ഉള്ളത് 8-ാം നൂറ്റാണ്ടിലാണെങ്കിൽ 40 മുതൽ 66 വരെയുമുള്ള കാര്യങ്ങൾ അതൊരു 5-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു 200 അല്ലെങ്കിൽ 2 നൂറ്റാണ്ടിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഒരു സമയപരമായിട്ടൊരു ഡിസ്റ്റൻസ് ഉള്ളതിനാൽ പറയപ്പെടുന്നത് ഇത് പല രചയിതാക്കൾ എഴുതിയിട്ടുള്ളതാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പാരമ്പര്യമായിട്ട് വിശ്വസിക്കപ്പെട്ടിരുന്നത് 1 ഏശയ്യ, 2 ഏശയ്യ, 3 ഏശയ്യായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്രകാരം തരംതിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രവചനം സാധ്യമല്ല എന്നാണ്. അപ്പോൾ പ്രവചനം സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പ്രവചനം സാധ്യമാണെങ്കിൽ ഒരു പ്രവാചകന് കാര്യങ്ങൾ മുൻകൂട്ടി പറയാമെങ്കിൽ അത് 8-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു പ്രവാചകൻ 5-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രവചിക്കാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തിന് അതിനുള്ള വരം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രവാചകനായിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത് തന്നെ. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം വേറെ ഏതൊരു പുസ്തകമാണെങ്കിലും, പ്രവചനമല്ലാതെ മറ്റ് ഏതൊരു പുസ്തകമാണെങ്കിലും അതിൻ്റെ പശ്ചാത്തലം കൊണ്ട് നമുക്കതിൻ്റെ ഡേറ്റ് പറയാൻ സാധിക്കും. പക്ഷെ പ്രവചന ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്കങ്ങനെ പറയാൻ സാധിക്കും, കാരണം അത് ക്ലെയിം ചെയ്യുന്നത് ഇത് പ്രവചനമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ 1 ഏശയ്യ, 2 ഏശയ്യ, 3 ഏശയ്യ എന്ന് പണ്ഡിതന്മാർ കൂടുതൽ പറയാറില്ല. പറയുന്നുണ്ടെങ്കിലും അതിനെതിരെ ഉള്ള തിയറീസ് പണ്ഡിതന്മാരുടെ, ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും വിശ്വാസമുള്ള ബൈബിൾ പണ്ഡിതന്മാർ. പിന്നീട് പ്രധാനമായിട്ട് ഏശയ്യയുടെ പുസ്തകം എന്ന് പറയുന്നത് ഇമ്മാനുവേലിനെ കുറിച്ചുള്ള പ്രവചനം, അതുപോലെ സഹനദാസൻ, യഹോവയുടെ സഹനദാസിനെ കുറിച്ചുള്ള സഫറിങ് സെർവൻ്റ് ഓഫ് യാഹ്വേ എന്നുള്ള നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്കറിയാവുന്നതാണ്. ജെറമിയയുടെ പുസ്തകം, ജെറമിയ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവചന ദൗത്യം മൂലം അദ്ദേഹത്തിന് ഒത്തിരി സഹിക്കേണ്ടി വന്നു. അദ്ദേഹം ബാബിലോണിലെ അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ വരാൻ പോകുന്നു, അദ്ദേഹം വന്ന് ജെറുസലേം നശിപ്പിക്കും എന്നൊരു സൂചന കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ പിന്നെയും പറഞ്ഞില്ല, ദൈവം ഞങ്ങളെ രക്ഷിക്കുമല്ലോ, അങ്ങനെയാണല്ലോ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ബൈബിളിൽ വായിച്ചിട്ടുള്ളത്. അപ്പം ജെറമിയ പറയുന്നു, ഇല്ല, ഈ പ്രാവശ്യം അങ്ങനെ സംഭവിക്കുകയില്ല, ദൈവം ഇതൊരു ശിക്ഷയായിട്ട് നിങ്ങളിത് എടുക്കണം, നിങ്ങളിത് സ്വീകരിക്കണം. അപ്പോൾ ജനം വീണ്ടും പറയും, ഇല്ല, ദൈവം ഞങ്ങളെ രക്ഷിക്കും, അതുകൊണ്ട് ഞങ്ങൾ പോരാടാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ള പ്രകാരമുള്ള ഒരു തർക്കം ജെറമിയയുടെ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വിലാപങ്ങളും ജെറമിയ എഴുതിയെന്നാണ് പറയപ്പെടുന്നത്. ഇത് ജെറുസലേം നഗരം നശിച്ചതിന് ശേഷം, ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം എഴുതിയിട്ടുള്ള വിലാപങ്ങളാണ്. ബാറൂക്ക് എന്ന് പറയുന്നത് ജെറമിയയുടെ ഗുമസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ചില കൃതികളാണ് ബാറൂക്കിൻ്റെ പുസ്തകത്തിനകത്തുള്ളത്. എസേക്കിയേൽ പ്രവാചകൻ, അദ്ദേഹം ഒരു, അതായത് ബാബിലോൺ അധിനിവേശം ആരംഭിച്ച സമയത്ത് ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ, അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു എസേക്കിയേൽ. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളാണ് എസേക്കിയേൽ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടും പുതിയ ദേവാലയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പുതിയ ജെറുസലേമിനെ കുറിച്ച് സംസാരിക്കുന്നു. കാരണം പഴയ ജെറുസലേം തകർക്കപ്പെട്ടു, ദേവാലയം തകർക്കപ്പെട്ടു. പിന്നീട് പുതിയ സൃഷ്ടി, പുതിയ പുറപ്പാട്, പുതിയ ഉടമ്പടി, പുതിയ ദേവാലയം, ഇതെല്ലാം ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചും സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം, ഇതിൻ്റെ പശ്ചാത്തലവും ബാബിലോൺ പ്രവാസകാലം തന്നെയാണ്. ഇവിടെയും ഒരു
ചരിത്രപരമായിട്ട് പണ്ഡിതന്മാരൊരു പ്രശ്നം പറയുന്നത്, അതായത് ഇത് ബാബിലോൺ പ്രവാസകാലത്ത് ഉള്ള പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണെങ്കിലും ചില പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് ഇത് 2-ാം നൂറ്റാണ്ട് BC, അതായത് കർത്താവിൻ്റെ ജനിക്കുന്ന 2 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ബാബിലോൺ പ്രവാസത്തിന് ഒരു 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അവിടെയുള്ള ആർഗ്യുമെൻ്റ് ഇതാണ്, ഇതിൻ്റെ പ്രവചനം വളരെ ആക്യുറേറ്റ് ആണെന്നുള്ളതാണ്. അതായത് പിന്നീട് പേർഷ്യൻ രാജാവ് സൈറസിനെ കുറിച്ച് പറയുന്നു, ഗ്രീക്ക് അധിനിവേശത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നു, പിന്നെ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ ആക്യുറേറ്റ് ആയതുകൊണ്ട് പ്രവചനം സാധ്യമല്ലല്ലോ എന്ന് ദൈവവിശ്വാസമില്ലാത്ത പണ്ഡിതന്മാർ കരുതുന്നതിനാൽ അവർ പറയുന്നത് അത് ഈ സംഭവങ്ങളിൽ നടന്നതിന് ശേഷമാണ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് AD 70 വീണ്ടും ജെറുസലേം ആക്രമിക്കപ്പെടുകയും ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എപ്രകാരം പണ്ഡിതന്മാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നുള്ളതൊരു ചോദ്യം അവശേഷിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 12 ചെറിയ പ്രവാചകന്മാർ. ഇത് 12 ചെറിയ പ്രവാചകന്മാരും ഇത് ഒറ്റ പുസ്തകമായിട്ടാണ് യഹൂദ കാനോനിൽ കണ്ടിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ഗ്രന്ഥത്തിൽ അച്ചടിക്കുമ്പോൾ അത് 12 വ്യത്യസ്ത ഗ്രന്ഥങ്ങളായിട്ട് കാണുന്നെങ്കിലും അത് ഒറ്റ ഗ്രന്ഥമായിട്ടാണ് യഹൂദര് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഹോസിയ പ്രവാചകൻ, ജോയൽ പ്രവാചകൻ ഇവരെല്ലാം 8-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചതാണ്. പ്രധാനമായിട്ട് ഹോസിയ പ്രവാചകൻ്റെ ഉടമ്പടിയുമായി ബന്ധം, ഇസ്രായേൽ ഉടമ്പടി, ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഭർത്താവാണ്. ഇസ്രായേൽ വിശ്വസ്തത പാലിക്കേണ്ടതാണെന്നുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. ജോയൽ പ്രവാചകനാണെങ്കിൽ കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ആമോസ് പ്രവാചകൻ വടക്കൻ രാജ്യമായ ഇസ്രായേൽ എന്ന രാജ്യത്തിൽ, നമുക്കറിയാം 2ആയിട്ട് രാജ്യം വിഭജിച്ചതിന് ശേഷം ദാവീദിൻ്റെ രാജ്യമായിരുന്ന ജൂദ അല്ലെങ്കിൽ ദാവീദ്, സോളമൻ ജെറുസലേം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യൂദ വംശജരെല്ലാം തെക്കൻ രാജ്യത്തിലായിരുന്നെങ്കിൽ വടക്കൻ രാജ്യത്തോട് ദാവീദിൻ്റെ ഉടമ്പടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ആമോസിൻ പ്രവാചകൻ. പിന്നീട് ഒബാദ്യ പ്രവാചകൻ ഇത് ഏദോമിനെതിരെ ഉള്ളൊരു പ്രവചനമാണ്. പിന്നെ ജോന പ്രവാചകനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. നിനവെ നഗരത്തിൽ പോയി അനുതാപം പ്രസംഗിച്ച വ്യക്തിയാണ്. മീക്ക പ്രവാചകൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് അന്യദേവന്മാരെ ആരാധിക്കുന്ന ഇസ്രായേൽ ജനത്തിനെതിരെ ദൈവം ഒരു തർക്കം, അതായത് കോടതിയിൽ കൊണ്ടൊരു തർക്കം ഫയൽ ചെയ്യുന്ന ഒരു അത്തരത്തിലുള്ള ഒരു രസകരമായിട്ടുള്ളൊരു രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ഈ ഡേറ്റുകൾ ശ്രദ്ധിക്കുക. കാരണം ചിലത് അസീറിയൻ അധിനിവേശത്തിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, അതിനെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നതാണ്. ചിലത് ബാബിലോൺ പ്രവാസകാലത്ത് സംഭവിച്ചിട്ടുള്ളതുണ്ട്, ചിലത് അതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഈ ചരിത്രപരമായ പശ്ചാത്തലം ഈ പ്രവാചകന്മാരുടെ സന്ദേശത്തെ ബാധിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നാഹും പ്രവാചകൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് നിനവ, നമുക്കറിയാം 7-ാം നൂറ്റാണ്ട് സമയത്ത് 8-ാം നൂറ്റാണ്ടിൽ അസീറിയ സാമ്രാജ്യം അതിൻ്റെ ശക്തിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിന്ന സമയത്ത് അതിൻ്റെ തലസ്ഥാനമായ നിനവ ഉടനെ തന്നെ ആക്രമിക്കപ്പെടും, ബാബിലോണിയർ വന്ന് അത് നശിപ്പിക്കുമെന്ന് മുൻകൂട്ടി പറയുകയാണ്. അത് 612 BC ഈ പ്രവചനം നിറവേറ്റുകയാണ്. പിന്നീട് ഹബക്കുക്ക് എന്ന് പറയുന്ന പ്രവാചകൻ വിശ്വസ്തമായ ഒരു ജീവിതം, വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സെഫനിയ പ്രവാചകൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചും പിന്നീട് ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഹഗായ് പ്രവാചകൻ കർത്താവിൻ്റെ ആലയം പുനർനിർമ്മിക്കുക, അതായത് ബാബിലോൺ പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങി വരുന്ന യഹൂദരോട് കർത്താവിൻ്റെ ഭവനം പണിയുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത്. പിന്നീട് സക്കറിയ പ്രവാചകൻ
സൂചിപ്പിക്കുന്നത് അതും സഭയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അതായത് വിജാതിയർ ജെറുസലേമിൽ ആരാധനയ്ക്കായി ഒത്തുകൂടും എന്നുള്ള ഒരു പ്രവചനം. പിന്നീട് ഏറ്റവും അവസാനത്തെ പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ മലാക്കി പ്രവാചകന്റെ പുസ്തകം, ഇത് ഉടമ്പടിയുടെ വിശ്വസ്തതയെക്കുറിച്ച് പ്രധാനമായിട്ട് സംസാരിക്കുകയും ഏറ്റവും അവസാനമായിട്ട് ഏലിയ പ്രവാചകൻ ഉടനെ തന്നെ വരും എന്നുള്ള ഒരു സൂചനയോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, പുതിയ നിയമം വായിച്ചിട്ടുള്ളവർക്കറിയാം, ഏലിയ പ്രവാചകൻ ഉടനെ വരും എന്ന് സൂചിപ്പിക്കുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. അപ്പോൾ അപ്രകാരം പുതിയ നിയമം സൃഷ്ടിയിൽ ആരംഭിച്ച കഥ ഏലിയ പ്രവാചകൻ്റെ വരവിനെക്കുറിച്ച് മലാക്കി പ്രവാചകൻ്റെ ആ പ്രവചനത്തിൽ അവസാനിക്കുന്നു. പഴയ നിയമത്തിലൂടെ ഈ യാത്ര നമ്മൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യമേ കണ്ടു പഴയ നിയമത്തിലുള്ള ചില ദൈവശാസ്ത്ര സങ്കല്പങ്ങൾ നമ്മൾ കണ്ടു. പഴയ നിയമത്തിലുള്ള ദൈവത്തിൻ്റെ സങ്കല്പം, പഴയ നിയമത്തിലുള്ള മനുഷ്യൻ്റെ സങ്കല്പം, അതോടൊപ്പം തന്നെ ഉടമ്പടി എന്നുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളിലൂടെ ഒരു യാത്ര നമ്മൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.